വെയർഹൗസ് മാനേജ്മെൻറ്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സെക്ടറാണെന്ന് നിങ്ങൾക്കറിയാം. വേൾഡ് വൈഡ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് വെയർഹൗസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്, ട്രേഡിംഗ് ചെയ്യുന്നവർ, ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്, ഇ-കൊമേഴ്സിംഗ് സെക്ടർ, അതേപോലെ തന്നെ ഷോപ്സ്, സൂപ്പർ മാർക്കറ്റ്സ് എന്നിവയ്ക്കെല്ലാം ഒരു വെയർഹൗസ് ഉണ്ടാവും. അവിടെ നിന്നാണ് നമുക്ക് റീപാക്കിംഗ്, സോർട്ടിംഗ്, അതേപോലത്തെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. അവിടെ നമുക്ക് കോർഡിനേറ്റർ, സൂപ്പർവൈസർ, എക്സിക്യൂട്ടീവ്, അസോസിയേറ്റ്, ടീം ലീഡ്, വെയർഹൗസ് മാനേജർ, ഇൻചാർജ് എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു 3 മാസത്തെ കോഴ്സായിട്ട് ലീഷോ ലോജിസ്റ്റിക്സിൽ നിങ്ങൾക്ക് പഠിക്കാം. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻട്രി ലെവൽ ജോബ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ജോലിക്ക് കയറാൻ പറ്റും. ഞാനിത് എൻട്രി ലെവൽ എന്ന് പറയാൻ കാരണം, ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങളൊരു 10th +2 ഡിഗ്രി കഴിഞ്ഞു, പെട്ടെന്ന് ഒരു ജോലി വേണം, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളില്ല, എങ്ങനെ നമുക്കൊരു ഫസ്റ്റ് ലെവൽ ജോലിക്ക് കയറാൻ പറ്റും, അവിടുന്ന് എങ്ങനെ നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളും കിട്ടിപ്പോകാൻ പറ്റും. അപ്പോൾ വെയർഹൗസ് മാനേജ്മെൻറ്റ് നിങ്ങളെ ഇതിനു വേണ്ടി റെഡിയാക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ബേസിക്, ഒരു ഗ്രൗണ്ട് ലെവൽ വർക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ തരാൻ പറ്റും. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിക്കിംഗ്, പാക്കിംഗ്, സോർട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ഹെഡ് ലോഡിങ്, അങ്ങനത്തെ വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനത്തെ വർക്കുകൾ മാത്രമല്ല, നമുക്ക് സെഗ്രിഗേഷൻ, ലേബലിംഗ്, ബാർകോഡ് സ്കാനിങ്, ഡാറ്റ എൻട്രി എന്ന് പറയുന്ന ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ കാലിബർ അനുസരിച്ച് ഒരുപാട് ഉയരത്തിലും കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സെക്ടറാണ്. ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിക്കോട്ടെ, ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആയിക്കോട്ടെ, ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ട്സ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും ഉയർച്ച എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ഒക്കെയാണ്. അപ്പോൾ എല്ലാ രാജ്യത്തും ഇപ്പോൾ ഇ-കൊമേഴ്സ്, നിങ്ങൾക്കറിയാം, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള കമ്പനീസ് ഈ വർക്കുകൾ എല്ലാ ഡിസ്ട്രിക്ട് ബേസിലും ഇതിൻ്റെ വെയർഹൗസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ച് നിങ്ങൾ പോകുമ്പോൾ ഒരു പിക്കിംഗ്, പാക്കിംഗ് എന്ന് പറയുന്ന ഒരാളായിട്ട് മാത്രമല്ല, ഒരു വെയർഹൗസ് ഓപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പ്രോഫിറ്റബിൾ ആയിട്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് റവന്യൂ കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ടായിട്ട് നിങ്ങളെ വാർത്തെടുക്കാനാണ് ലീഷോർ ലോജിസ്റ്റിക്സ് അക്കാഡമി നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. ലീഷോറിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വെയർഹൗസ് എന്താണെന്നും അവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണെന്നും അവിടുത്തെ ചലഞ്ചസ് എന്താണെന്നും ഇഷ്യൂസ് എന്താണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെങ്ങനെയൊക്കെ സൊല്യൂഷൻസ് കൊടുക്കാമെന്നും എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മളെ സിറ്റുവേറ്റ് ചെയ്യുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലാണ്. അവിടെ പ്രിമൈസസിലാണ്, CFSലാണ്. അപ്പോൾ അവിടെ 50,000 സ്ക്വയർ ഫീറ്റ് വെയർഹൗസും യാർഡും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും കണ്ട് മനസ്സിലാക്കാനും അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റാനും പറ്റും. അത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കും.